എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓട്സ് കൊണ്ട് ഒരു ഹെൽത്തിയായ ഉപ്പുമാവ് തയ്യാറാക്കാം. റവ ഉപ്പുമാവ് തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് ഇതും തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു ചെറിയ സവോള, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 4 ഡ്രൈ ചില്ലി, പിന്നെ എടുത്തിട്ടുള്ളത് കപ്പലണ്ടി, പൊട്ടുകടല, ഉണക്കമുന്തിരി, ഒരു ചെറിയ ബൗൾ തേങ്ങ, ഒരു ബൗൾ ഓട്സ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്വിക്കർ ഓട്സ് ആണ്. അത് ഏത് ബ്രാൻഡിൻ്റെ ആണേലും കുഴപ്പമില്ല. ഇനി ഒരു ബൗൾ ഓട്സ് എടുക്കാം. ഇനി ഈ ഓട്സ് ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഓട്സിലേക്ക് അല്പം കൈവെള്ളം തളിച്ച് നനച്ച് വയ്ക്കുക. ഇനി ഉപ്പുമാവ് തയ്യാറാക്കാനായി ഒരു പാത്രം അടുപ്പിൽ വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കപ്പലണ്ടിയും പൊട്ടുകടലയും ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഡ്രൈ ചില്ലിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴന്നതിന് ശേഷം കോരി മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ സവോള ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴന്നതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓട്സ് എടുത്ത അതേ ബൗളിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഉപ്പ് ചേർത്തതിന് ശേഷം വെള്ളം തിളയ്ക്കുന്നതിനായി മൂടി വയ്ക്കാം. ഓട്സ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം. തേങ്ങ ചേർത്ത് ഒന്നുകൂടി ഇളക്കിയ ശേഷം മൂടി വയ്ക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് മധുരം ആവശ്യമില്ലാത്തവർക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം. ഇത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ്. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്